ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മളെ പുതിയൊരു റെസിപ്പി ഇതാട്ടോ. നമ്മൾ സോയാബീൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സോയാബീൻ ഫ്രൈ ആക്കി കഴിക്കാനും കറിയാക്കി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഇത് കുറച്ചൊന്ന് നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലത്തെ നമ്മളെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ ഇതാ സോയാബീൻ്റെ പാക്കറ്റ് അല്ല കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും സോയാബീൻ വാങ്ങുമ്പോൾ ലൂസാണ് വാങ്ങൽ, ഞാൻ പാക്കറ്റ് വാങ്ങലില്ല കേട്ടോ. അപ്പോൾ ഇതാ അത് നമുക്ക് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാട്ടോ ഷൂട്ടിങ് ചെയ്യാൻ ഒരു കയ്യിൽ ഫോണാണുള്ളത്, ഒരു കൈ കൊണ്ടാണ് ഞാനിത് ഇടുന്നത്. അതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാട്ടോ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളെ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അത് വന്നാൽ പിന്നെ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ വേണ്ടിയ സോയാബീൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുകിയിട്ട് അത് കൊണ്ടുവരട്ടെ. എന്നിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നമുക്ക് ഗ്യാസുമ്മ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ച് വരണം, നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഗ്യാസുമ്മ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്തതിൻ്റെ ശേഷം ഒന്ന് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പീഞ്ഞിട്ട് നല്ലോണം കളയണം. അപ്പോൾ ഇത് ചൂടാറിയിട്ടാണ് നമുക്കിതിപ്പോൾ ഈ വെള്ളം കളയാൻ പറ്റുള്ളൂ. അപ്പോൾ സോയാബീനെ പറ്റി പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പമുള്ള സമയത്ത് സോയാബീൻ ഒരു വെജിറ്റേറിയൻ കല്യാണത്തിനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വെജിറ്റേറിയൻ റൈസ് ഉണ്ടാവുകയും അതിൽ ഈ സോയാബീനാണ് കേട്ടോ ഉണ്ടാവല്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയായിരുന്നു സോയാബീൻ. അപ്പോൾ ഞാൻ മിക്കവാറും സോയാബീൻ്റെ കറിയും അതുപോലെ എന്താ പറയുക പല റെസിപ്പീസും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി അതൊന്ന് നല്ലോണം ചൂടാറിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കാം. പിന്നെ മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തവ വെച്ചിട്ട് നമുക്ക് ഇനി സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് തന്നെ അത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഇനി വേണ്ടിയത് നമുക്ക് ഇനി വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. വേറെ ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് നല്ലോണം ബ്രൗൺ നിറാവണ വരെ നല്ലവണ്ണം ഒന്ന് നല്ലോണം എണ്ണയൊക്കെ ഇടുന്നിട്ട് ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. നമുക്കിത് അരച്ചെടുക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഈ സോയാബീനിലേക്ക് ഇനി നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തൈരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്താ വെച്ചാൽ ഇതിൽ എല്ലാ മസാലയും ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ നല്ലോണം മിക്സാക്കിയിട്ട് നമുക്കത് കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പിടിച്ചാലാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തൈരും കൂടി ഞാൻ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി അങ്ങ് മാറ്റി വെക്കാം നമുക്ക്. ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് ഫ്രൈ ആക്കിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് വെള്ളം കൂട്ടാണ്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ അരക്കേണ്ടത്. വെള്ളം ചേർത്താൽ പിന്നെ അത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കിതിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ അതുപോലെ കറുവപ്പട്ട എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ
ചെറുതാക്കിയിട്ട് ഇട്ടിട്ടുണ്ടെച്ചെങ്കിൽ തിന്നണ സമയത്ത് കടിച്ചിട്ടുണ്ടെച്ച് ഭയങ്കര ഇതാണ്, അതുകൊണ്ടാണ് പിന്നെ വലുതാക്കിയിട്ട് ഞാൻ ഇട്ടത് കേട്ടോ. അതും കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ പിന്നെ നമ്മൾ ഈ മിക്സാക്കി വെച്ച സോയാബീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2 ചെറിയ വെളുത്തുള്ളി ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ പാത്രത്തിൽ തന്നെ വെള്ളം കുറച്ച് എടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടിയിൽ കസ്തൂരി മേത്തിയാണ് കേട്ടോ. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉലുവട ഇലയാണ്. അപ്പോൾ ഇതാ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് കയ്യിലിട്ടിട്ട് ക്രഷാക്കിയിട്ട് അതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് തരിക കേട്ടോ അത്. അപ്പോൾ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടിയത് നമുക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് മൂടി വെക്കാണ്ട് വേണം നമ്മൾ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. എന്താ വെച്ചാൽ തൈര് നമ്മൾ വീത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മൂടെല്ലാം തുറന്ന് നോക്കി നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ കറി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.